ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം സമർപ്പിച്ചു. രഹസ്യ അജണ്ട ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ അജണ്ടയെന്നും വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി മുഹമ്മദ്, സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിന് കൂടുതൽ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന് രഹസ്യ അജണ്ടകൾ ഇല്ല എന്നാണ് വിശദീകരണം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജോർജറ്റ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കവേ കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ ശബരിമലയിൽ പ്രവേശിച്ച യുവതികൾക്കെതിരെയും സർക്കാർ അതിന് സംരക്ഷണം നൽകിയതിനെതിരെയൊക്കെയുള്ള പരാമർശങ്ങളായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ന് സത്യവാങ്മൂലമായി കോടതിയിൽ സർക്കാർ നൽകിയത്. അതിൽ പറയുന്നത് ശബരിമലയിൽ സർക്കാരിന് ഒരു രഹസ്യ അജണ്ടയുമില്ല, സർക്കാരിനുണ്ട് ഒരു അജണ്ട, അത് സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന അജണ്ടയാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. ശബരിമലയിൽ എത്തുന്ന പുരുഷ ഭക്തന്മാരുടെ വിശ്വാസം പരിശോധിച്ചറിയുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യവും. സ്ത്രീകളുടെ വിശ്വാസവും പരിശോധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ, സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അത് ലിംഗവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർക്കാരിന് സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഒരു രഹസ്യ അജണ്ടയുമില്ല എന്ന് ആവർത്തിച്ച് ഇതിൽ വ്യക്തമാക്കുന്നുമുണ്ട്. മാത്രമല്ല, രഹസ്യ അജണ്ട ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അനുബന്ധ സംഘടനകളുമാണ് എന്നും ഈ സത്യവാങ്മൂലത്തിലുണ്ട്. ബിന്ദുവും കനകദുർഗയും അവിശ്വാസികളാണെന്ന വാദം തെളിയിക്കാൻ ഒരു വിവരവും സർക്കാരിന്റെ കൈവശം ലഭിച്ചിട്ടില്ല. സ്ത്രീ പ്രവേശനത്തിൽ ബാഹ്യ ഏജൻസിയുടെ ഇടപെടലുണ്ടെന്ന വാദത്തിനും അടിത്തറയില്ല. 2 സ്ത്രീകൾ മല കയറിയതിനാൽ ശബരിമലയിൽ ഒരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിനെ കുറിച്ച് അന്വേഷണത്തിന്റെ ഒരാവശ്യവുമില്ല. ഇതാണ് സർക്കാർ നിലപാട് എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സത്യവാങ്മൂലം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. അടുത്ത ദിവസം തന്നെ ഈ സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങൾ കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. ഭരണഘടനാപരമായ കാര്യങ്ങൾക്കപ്പുറം മറ്റൊരു രഹസ്യ അജണ്ട ഇല്ല എന്ന് ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ജനുവരി 22-ന് പരിഗണിക്കില്ല. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി വ്യക്തമാക്കുകയായിരുന്നു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ജനുവരി 22-ന് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. എന്നാൽ വിധി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചികിത്സയ്ക്കായി അവധിയിലാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസ് മുമ്പാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനുവരി 22 കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. യുവതീ പ്രവേശന വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവധി എത്ര ദിവസം ഉണ്ടെന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. യുവതീ പ്രവേശനത്തിനെതിരെ 50ഓളം പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഇതുവരെ യുവതികൾ പ്രവേശിച്ച കണക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കെ സുരേന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ഇളവ് നൽകാൻ ആകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഹർജി തള്ളിയത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടി ഹൈക്കോടതിയിലെത്തിയ സുരേന്ദ്രന് കടുത്ത വിമർശനമാണ് ഇന്നും കേൾക്കേണ്ടി വന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. അക്രമം ഉണ്ടാക്കാനല്ലേ പോകുന്നതെന്നും കോടതി വിമർശിച്ചു. പരോളിലുള്ള പ്രതികൾ വരെ മലയിൽ പോകുന്നുണ്ടെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞവർക്ക് ഈ ആനുകൂല്യം നൽകാനാവില്ലെന്ന് ഇതിന് മറുപടിയായി കോടതി വ്യക്തമാക്കി. സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു. ഇതുകൂടി അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. സുരേന്ദ്രന് വേണമെങ്കിൽ ഇളവിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സുരേന്ദ്രനെ നിശിതമായി വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ കനകദുർഗയ്ക്ക് ഭർതൃവീട്ടുകാരുടെ മർദ്ദനം. പരിക്കേറ്റ കനകദുർഗ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമത്തിൽ പോലീസ് കേസെടുത്തു. രാവിലെയാണ് കനകദുർഗ ഭർതൃവീട്ടിലേക്ക് തിരിച്ചെത്തിയത്. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ഈ വീട് കനകദുർഗ ദർശനത്തിന് പുറപ്പെട്ടതു മുതൽ പോലീസ് കാവലിലായിരുന്നു. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് ഏറെ നാളും വീട് അടഞ്ഞുകിടന്നു. തുടർന്നുണ്ടായ ഭർതൃവീട്ടുകാരുടെ പ്രകോപനമാണ് മർദ്ദനത്തിനു കാരണം. പട്ടിക കഷ്ണമെടുത്ത് ഭർത്തൃമാതാവ് തലക്കടിച്ചെന്നാണ് പരാതി.
പോലീസ് എത്തി കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിക്ക് നിസ്സാരമാണ്. പ്രാഥമിക ചികിത്സ നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയതിൽ വ്യാപക പ്രതിഷേധമുയർന്നു. ഒഴിവാക്കിയ നടപടി വിവാദമായതിനെ തുടർന്ന് ചവറ MLA വിജയൻ പിള്ളയെ ഉൾപ്പെടുത്തി. അതേസമയം നൌഷാദ് MLA, നഗരസഭാ മേയർ രാജേന്ദ്രബാബു തുടങ്ങിയവരെ ഉദ്ഘാടന ചടങ്ങിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, അല്പസമയത്തിനകം ബൈപ്പാസ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ഞാനിപ്പോ ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെ സമ്മേളന വേദിയിൽ പരികിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ കസേരകളിലെല്ലാം ഓരോ ഇതിലുള്ള അതിഥികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഈ അവസാനം ചേർക്കപ്പെട്ട വിജയൻപിള്ളയുടെ പേര് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നൌഷാദ് MLA-യുടെയോ സ്ഥലം ഈ കൊല്ലം കോർപ്പറേഷൻ മേയർ നഗരപിതാവ് അഡ്വക്കേറ്റ് പി രാജേന്ദ്രബാബുവിന്റെ പേരുകളോ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ അവസാന നിമിഷം പോലും കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഈ പറയുന്ന അതിഥികളുടെ പേരുകൾ അവിടെ കസേരയിലുള്ളത്. അതുപ്രകാരം അവരുടെ നിലപാടിൽ അവർ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഈ തെറ്റ് തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല. എന്നാൽ മാന്യമായിട്ടുള്ള ഒരു മധുര പ്രതികാരം തന്നെയാണ് ഈ CPM ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ചടങ്ങ് ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധ മാർഗങ്ങൾ ഒന്നും തന്നെ പോകാതെ ചടങ്ങ് തങ്ങളുടെ കൂടി അവകാശപ്പെട്ടതാണ്. സംസ്ഥാന ഗവൺമെന്റ് പാതി ഫണ്ട്, ഈ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പകുതി ഫണ്ട് സംസ്ഥാന സർക്കാരിന്റേതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്, സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് 75% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചത്. അതിന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറിൽ പോലും ഇതിന്റെ ശ്രദ്ധ ഇതിൽ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ജി സുധാകരൻ സ്വീകരിച്ചിരുന്നു. നിരവധി മീറ്റിംഗുകളാണ് ഈ ഒരു കാലയളവിനുള്ളിൽ ഈ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ചേർന്നിരുന്നത്. ഇതിവിടെ കൊല്ലത്തുള്ള ജനതയ്ക്ക് മുഴുവനും അറിയാവുന്ന കാര്യമാണ്. ഒരു 20 വട്ടമെങ്കിലും നിർമ്മാണം തുടങ്ങി 20 വട്ടമെങ്കിലും മന്ത്രിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇത് സന്ദർശിച്ചിട്ടുണ്ട്. അത്രമാത്രം ഏർപ്പെട്ടിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതി എന്ന നിലയിൽ ഈ പരിപാടി പരിപൂർണമായ വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇടതു മുന്നണി പ്രവർത്തകരുടെ കൂടി ലക്ഷ്യം. അതനുസരിച്ച് ഇന്ന് എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കൊല്ലം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു, ഇരവിപുരം MLA നൌഷാദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വേദിയിലിരിക്കുന്നില്ലെങ്കിൽ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അവർ സാധാരണ ജനങ്ങൾക്കൊപ്പം ആയിരിക്കും അവരുടെ ഇരിപ്പിടം. അവിടെ ഇരുന്നു കൊണ്ട് അവർ ഈ പരിപാടിയിൽ അവരുടെ സഹകരണം പ്രഖ്യാപിക്കാനുമാണ് തീരുമാനിച്ചത്. യെസ്, എന്തായാലും വിവാദങ്ങൾ ഒഴിയുന്നില്ല. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. സ്ഥലം MLA-മാരെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ പ്രതിഷേധവുമുണ്ട്. എങ്കിലും LDF അടക്കമുള്ളവർ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹകരണങ്ങളും നൽകുന്നുണ്ട്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയ നടപടി ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. BJPക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയമാണുള്ളത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം ബൈപ്പാസ് തുറക്കുന്നു എന്നത് കൊല്ലം നിവാസികൾക്കും കേരളത്തിനും ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെയും വികസനത്തിന്റെ തൂവൽ, ഒരു നിർണായകമായ തൂവൽ കൂടി തുന്നിച്ചേർക്കുകയാണ്. പക്ഷെ അതിനെ നിർഭാഗ്യവശാൽ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രോഗ്രാം മിനിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4:30 വരെയും വിജയൻ പിള്ളയും നൌഷാദും മേയറും ഉണ്ട്. ഇന്നലെ അത് കഴിഞ്ഞ് 4:30-ക്ക് ശേഷം വീണ്ടും കത്ത് വരുമ്പോ ഇവര് 3 പേരും ഔട്ട്. അതിന് പകരം വന്നത് തിരുവനന്തപുരം MLA, മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതികരിക്കുന്ന MP, മറ്റേ സുരേഷ് ഗോപി അടക്കമുള്ള MP ആണ് വരുന്നത്. ഇപ്പൊ അവരെ പെടുത്തുന്നതിനെ നമ്മൾ പറയുന്നില്ല. തിരുവനന്തപുരം MLA-ക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കാം. ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ MLA-മാർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുന്ന എന്ത് യുക്തിയുടെ പേരിലാണ്? സന്തോഷകരമായ ചടങ്ങിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയ നടപടി തെറ്റെന്ന് മന്ത്രി കെ രാജു. രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെയും അതുപോലെ തന്നെ അത് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരെയും ക്ഷണിക്കേണ്ടത് തന്നെയായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഉദ്ഘാടനം നടത്തി നാടിന് സമർപ്പിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൽ പങ്കാളികളാകാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് അവസരം ഒരുക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ മറ്റു പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെയും മറ്റും കുത്തിത്തിരികുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയുമല്ല.
കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. 2 സ്വതന്ത്ര MLA-മാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേരുകയാണ്. സന്തോഷ് സലിംഗ്, കുതിരക്കച്ചവടത്തിന്റെ പുതിയ മുഖങ്ങളാണ് കർണാടകയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. എങ്ങോട്ടാണ് കർണാടക സർക്കാരിന്റെ രാഷ്ട്രീയം, ഏത് നിലയിലാണ് കർണാടകയിൽ നീങ്ങുന്നത്? ജോർജറ്റെ കഴിഞ്ഞ ഒരു മാസമായി ഇത്തരം ഒരു നീക്കം സജീവമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം JDS കോൺഗ്രസ് സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന 2 MLA-മാർ അവരുടെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് കർണാടക ഗവർണർക്ക് കത്ത് കൈമാറി. ഏറ്റവും പ്രധാനപ്പെട്ടത് H. നാഗേഷ് ആണ്. മുലാബാഗുലു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള H. നാഗിലു ആണ് ഈ JDS കോൺഗ്രസ് സഖ്യം വന്നപ്പോൾ ആദ്യം തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സ്വതന്ത്ര MLA എന്ന് പറയാവുന്ന. അന്ന് നാഗേഷിന്റെ നിലപാടൊക്കെ കോൺഗ്രസിനൊക്കെ വലിയ സഹായകരമായിരുന്നതാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ആദ്യമായി പിന്തുണ പിൻവലിച്ചുകൊണ്ട് കാരണം കത്തുകാരൻ. തൊട്ടു പിന്നാലെ കർണാടക പ്രജനാപത ജനതാ പാർട്ടിയുടെ ഏക MLA ആർ ശങ്കർ, ആദ്യം പിന്നീട് സ്വതന്ത്രനായി ജയിക്കുകയും പിന്നീട് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തതാണ്. നേരത്തെ മന്ത്രിയൊക്കെയായിരുന്നു കർണാടകയിൽ. അദ്ദേഹം പിന്നീട് പാർട്ടി ഉണ്ടാക്കി. ആർ ശങ്കർ ഇപ്പോൾ റണ്ടേബൂർ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളതാണ്. അദ്ദേഹവും ഇപ്പോൾ ഗവർണർക്ക് തങ്ങളുടെ പിന്തുണ പിൻവലിക്കുന്ന അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു. പക്ഷെ എന്ത് കാരണത്താലാണ് പിന്തുണ പിൻവലിക്കുന്നതെന്ന് കത്തിൽ പറയുന്നില്ല. ഞങ്ങൾ JDS കോൺഗ്രസ് സഖ്യത്തിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന ഒറ്റ വരി വാചകം മാത്രമാണ് ഈ കത്തിലുള്ളത്. ഇരുവരും ഇപ്പോൾ മുംബൈയിലാണുള്ളത്. അല്പസമയം മുമ്പ് അവരുടെ ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയും ചെയ്തു. അതിൽ നാഗേഷും ആർ ശങ്കറും സംസാരിച്ചത് തങ്ങൾ BJP-യിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ്. കാരണം ഒരു കൃത്യമായ സ്റ്റേബിളായ സർക്കാർ രൂപീകരിക്കാൻ നിലവിൽ ഒരു കോയിലേഷൻ പാർട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് BJP തന്നെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞ 7 മാസമായി കാത്തിരുന്നു. പക്ഷെ നിർണായകമായ ഒരു നീക്കവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ BJP-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഇരുവരെയും കൂടാതെ ഇനിയും ഒരു 3ഓളം കോൺഗ്രസ് MLA-മാർ BJP പാളയത്തിലുണ്ട്, മുംബൈയിലുണ്ട് എന്ന സൂചനയുണ്ട്. കാരണം ഈ കോൺഗ്രസിന്റെ തന്നെ 3 MLA-മാർ എത്തിയതിനെ തുടർന്ന് AICC ഇവരെ തിരിച്ചു കൊണ്ടുവരാനായി ജലസേചന മന്ത്രി കൂടിയായ D. ശിവശങ്കറിനെ നേരത്തെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അവിടെ മുംബൈയിൽ എത്തുകയും ചെയ്ത് തൊട്ട് പിന്നാലെയാണ് ഈ 2 പേരും പിന്തുണ പിൻവലിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊരു പ്രധാന കാര്യം, നിലവിൽ 14 പേരെങ്കിലും ഈ ഭരണപക്ഷത്ത് നിന്ന് രാജിവെച്ചാലേ BJP-ക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും പിന്തുണ പിൻവലിക്കൽ ഒരു തുടക്കമായാണ് കാണുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് പുതിയതായി 5 പേരുടെ പിന്തുണയാണോ ഇപ്പോൾ BJP അവകാശവാദം ഉന്നയിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ മെയ്യിൽ കണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോലെ തന്നെ വീണ്ടും അവിടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്ന കാര്യങ്ങളിലേക്കാണോ? റിസോർട്ട് രാഷ്ട്രീയമൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും. കാരണം ഇപ്പോൾ BJP ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 5 പേരുടെ 5 MLA-മാരുടെ പിന്തുണ നേടിയിരിക്കുന്നു ഭരണപക്ഷത്തുനിന്ന്. പക്ഷെ അതിൽ 3 പേർ ഇപ്പോഴും പരസ്യമായി പുറത്തു വന്നിട്ടില്ല. 2 സ്വതന്ത്ര MLA-മാർ പുറത്തു വന്നിട്ടുണ്ട്. കാരണം 2 പേർക്ക് അതൊരു കൂറുമാറ്റമായി മാറുകയില്ല. പക്ഷെ കോൺഗ്രസ് MLA-മാരോ JDS MLA-മാരോ ഇത്തരത്തിൽ 1ഓ 2ഓ പേർ മാറുകയാണെങ്കിൽ അത് സ്വാഭാവികമായും കൂറുമാറ്റമായി മാറും. അവർക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വരും. അപ്പോൾ BJP നടത്തുന്നത് അത്തരമൊരു നീക്കമാണ് എന്നാണ് സൂചന. കാരണം ഇവർ കൂറുമാറുക, സ്വാഭാവികമായിട്ട് സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു 10-15 പേരെങ്കിലും രാജിവെപ്പിച്ചു മാറ്റിയാൽ ഭരണപക്ഷത്ത് നിന്ന് അംഗബലം കുറയും, സർക്കാർ വീഴും. അപ്പൊ ആദ്യഘട്ടത്തിൽ സ്വതന്ത്ര MLA-മാരെ കൊണ്ട് മാറ്റി അവരുടെ പിന്തുണ മാറ്റിച്ചു. പക്ഷെ ഇനി അങ്ങോട്ട് മാറ്റിയ അത്ര എളുപ്പമല്ല. കാരണം അങ്ങനെ മാറ്റിയാൽ പോലും ആ MLA-മാർക്ക് രാജിവെക്കേണ്ടി വരും. ചിലപ്പോൾ അത്ര ഒരു നിർണായക നീക്കത്തിലെടുത്ത് BJP പോകും എന്നതിനെ കുറിച്ച് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം BJP MLA-മാരെയും MP-മാരെയും ഇന്നലെ മുഴുവൻ പേരെയും കർണാടകയിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർ ഡൽഹി ഹരിയാന ബോർഡറിലെ ഗുരുഗ്രാമിലെ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. കാരണം ഈ ഭാഗത്തുനിന്ന് ചോർച്ച ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ഒരു നീക്കം. മറുഭാഗത്താട്ടെ മറ്റുള്ളവരെ അടർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾ മുംബൈ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്തു. ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ ശ്രമങ്ങളിൽ യെദ്യൂരപ്പയുടെ സംഘം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കുമാരസ്വാമി അടക്കമുള്ളവർ അവരുടെ സർക്കാർ രൂപീകരിച്ച് രംഗത്ത് വരികയും ചെയ്തത്. നിലവിൽ യെദ്യൂരപ്പയുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണോ നിലവിലുള്ളത്? അതോ ഇത്തരം വിവാദങ്ങൾ ഉയർത്തിവിട്ട് സ്ഥിതിഗതികൾ സങ്കീർണമാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു നിലയിൽ എത്തിക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഗതമായതിനാൽ ആ ഒരു സാഹചര്യങ്ങൾ അനുകൂലമാക്കുക എന്ന നിലപാടാണോ BJP-ക്കുള്ളത്?
ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴുള്ള നീക്കങ്ങളുടെയൊക്കെ പ്രധാന പിന്നിലെ കാരണം. കാരണം കഴിഞ്ഞ 7 മാസം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPക്ക് വലിയ പിന്തുണയൊന്നും പ്രകടമായി കർണാടകയിൽ വർദ്ധിച്ചിട്ടില്ല. കോൺഗ്രസ് JDS ഒക്കെ നല്ല സജീവമായി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സഖ്യമായി അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ആകെയുള്ള 28 സീറ്റ് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ BJPക്ക് കഴിയില്ല. കാരണം ഈ 28 സീറ്റുകളിലും 19 സീറ്റ് BJP വിജയിച്ചെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ തൊട്ടടുത്ത കോൺഗ്രസോ ചിലത് JDSO ആണ്. അപ്പൊ അവരുടെ വോട്ടിംഗ് ഷെയർ കണക്കാക്കുമ്പോൾ ഈ രണ്ടുപേരും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ BJPക്ക് സ്വാഭാവികമായും ഇപ്പോൾ ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലടക്കം പരാജയം ഏറ്റുവാങ്ങേണ്ടി. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ നിന്ന് ഒരൊറ്റ MP പോലും പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സഖ്യം പൊളിക്കുക, അങ്ങനെ പൊളിച്ചതിന് ശേഷം കാര്യങ്ങൾ അപ്പോൾ കുറച്ചുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അപ്പോൾ സഖ്യം അല്ലാതെ മത്സരിച്ചാൽ BJPക്ക് വിജയിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ളൊരു നീക്കം കൂടിയാണ് ഇപ്പോഴുള്ള ഈ ധൃതി പിടിച്ചുള്ള രാഷ്ട്രീയ കുതിര കച്ചവടത്തിലേക്ക് BJP കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രതിരോധിക്കാൻ കോൺഗ്രസിനും JDSനും കഴിയുമെന്നാണ് പ്രധാന പ്രശ്നം. കാരണം കോൺഗ്രസിൽ നിന്നാണ് ഇപ്പൊ MLA പിൻവലിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് JDSന് അതൃപ്തി ഉണ്ടാവും. അപ്പൊ സഖ്യം പൊളിയും. അങ്ങനെ ഒരു നീക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭരണസ്തംഭനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണോ? അതിനപ്പുറത്തേക്ക് അവകാശവാദവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ടോ? ഇതുവരെ ഈ 2 സ്വതന്ത്ര MLA ഇപ്പോൾ പരസ്യമായി പിന്തുണ പിൻവലിച്ചു, അതിന്റെ കത്ത് നൽകി എന്നതിനപ്പുറത്തേക്ക് BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഏതെങ്കിലും തരത്തിൽ അവർ എന്തെങ്കിലും ഒരു പ്രതികരണം BJPയുടെ ഭാഗത്ത് ഒന്നും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവർ ഇതുവരെ ദേശീയ തലത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പ്രതികരിച്ചില്ല. ഇന്നലെ HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ മുഴുവൻ MLA ഈ ഗുരുഗ്രാമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ നമ്മൾ അവരുടെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ MLA MP വിളിപ്പിച്ചു എന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു നീക്കവും ഇല്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത്. ഏതെങ്കിലും കർണാടക രാഷ്ട്രീയത്തെ കുറിച്ച് പ്രതികരിക്കാൻ അവർ ഇപ്പോൾ തയ്യാറില്ലായി. പക്ഷെ ഇപ്പോൾ ഇവിടെ പിന്തുണ പിൻവലിച്ചൊരു സാഹചര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കർണാടകയുടെ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് യാതൊരു വെല്ലുവിളിയും ഇല്ല എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അതിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലോക്സഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് അടക്കമുള്ളവർ, കോൺഗ്രസ് അടക്കമുള്ളവർ. അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണോ? അതിനപ്പുറത്തേക്ക് യെദ്യൂരപ്പയുടെ ഭാഗത്തു നിന്ന്, കുമാരസ്വാമിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ കോൺഗ്രസിനെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസും JDSും സംയുക്തമായി ഒരു കാരണവശാലും കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. അതാണ് പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഈ 28 സീറ്റുകളിൽ തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി തുടരുന്നുണ്ട്, ജോർജറ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷെ ഇപ്പോൾ ഇനി ഈ സർക്കാർ എങ്ങനെ നിലനിർത്താം എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ ഈ സഖ്യ സർക്കാരിന് കൊണ്ടുപോകേണ്ടി വരും. കാരണം ഈ സഖ്യമായി ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഗ്രസിനുള്ളിലും JDSനുള്ളിലുമുണ്ട്. കാരണം നേരത്തെ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടവർ വിമതരായി രംഗത്ത് എത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അവരെയൊക്കെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പ്രവർത്തിക്കുക, ഈ സഖ്യത്തിനെതിരെ നീങ്ങുക, ഇതൊക്കെയാണ് ലക്ഷ്യം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാരിനെ തന്നെ മറിച്ചിടാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. പക്ഷെ BJP ഭാഗത്ത് നിന്ന് ഇതൊരു പ്രതികരിച്ചില്ല. പ്രതികരണം കൂടി വരുമ്പോഴാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരിക. ജോർജ്. എന്തായാലും കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു. 2 MLA സ്വതന്ത്ര MLA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പശു രാഷ്ട്രീയം. BJP പിന്തുടരുന്ന ഹിന്ദു വർഗീയ പ്രീണന നയങ്ങളുമായി കോൺഗ്രസ് സർക്കാരും. തെരുവിൽ അലയുന്ന പശുക്കളെ ദത്തെടുക്കുന്നവരെ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ആദരിക്കുമെന്ന് അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ ഉത്തരവ്. ജില്ലാ കളക്ടർമാർക്ക് ചുമതലകൾ കൈമാറി. BJPക്ക് സമാനമായ ഹിന്ദുത്വ പ്രീണന നയങ്ങൾ നടപ്പിലാക്കുകയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ. വസുന്ധരാജ സിന്ധ്യയെ ആദ്യ പശുമന്ത്രിയെ നിയമിച്ചെങ്കിൽ കോൺഗ്രസിന്റെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ ഒരു പടി കൂടി കടന്ന് തെരുവു പശുക്കളെ ദത്തെടുക്കുന്നവരെ ആദരിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-നും നടക്കുന്ന സർക്കാർ ചടങ്ങുകളിലും പരേഡുകളിലും പശുക്കളെ ദത്തെടുക്കുന്നവർക്ക് പ്രത്യേക സ്വീകരണവും ആദരവും നൽകും. സാമൂഹ്യ പ്രവർത്തകർ, NGOകൾ തുടങ്ങി വ്യക്തികളെയും പശുക്കളെ ദത്തെടുക്കാൻ പ്രേരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ ജില്ലാ കളക്ടർമാർക്കും രാജസ്ഥാൻ സർക്കാർ ഉത്തരവ് കൈമാറി. അധികാരത്തിലേറി ഡിസംബർ 29-നാണ് കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്.
80% വരുന്ന ഹിന്ദു വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ നീക്കം. അതേസമയം മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും അശോക് ഗെഹ്ലോട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജില്ലാ കേന്ദ്രങ്ങളിലെ ഗോശാലകളിലെത്തണം. നിശ്ചിത തുക കെട്ടിവച്ച് പശുക്കളെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. ബിജെപിയുടെ പശുരാഷ്ട്രീയം കോൺഗ്രസും പിന്തുടരുന്നതിനെതിരെ വിമർശനവും ശക്തമായിട്ടുണ്ട്. ബിജെപി നിയമിച്ചതുപോലെ കോൺഗ്രസും രാജസ്ഥാനിൽ പശുവിന് മാത്രമായി ഒരു മന്ത്രിയെ നിയമിച്ചു. മുതിർന്ന നേതാവ് പ്രമോദ് ഭയ്യയാണ് മന്ത്രി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പാട്ടെ കരിമണൽ ഖനനം തടയണമെന്ന ഹർജിയിൽ സർക്കാരിനോടും IREയോടും ഹൈക്കോടതി നിലപാട് തേടി. നിയമവിരുദ്ധ കരിമണൽ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. കരിമണൽ ഖനനത്തെ തുടർന്ന് ആലപ്പാട് പഞ്ചായത്ത് കടലെടുത്തു പോകുന്ന സ്ഥിതിയാണെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പാട് സ്വദേശിയാണ് ഹർജി നൽകിയത്. 89.5 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്തിന്റെ വിസ്തൃതി ഭയാനകമാംവിധം കുറഞ്ഞതായി ഹർജിയിൽ പറയുന്നു. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സീറോ മലബാർ സഭ. കൊച്ചിയിൽ നടക്കുന്ന സഭാ സിനഡിനെ കുറിച്ച് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകിയെന്ന് സഭ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. സഭയെ അപമാനിക്കുന്നതിനായാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഇതിനു പിന്നിൽ തീവ്രവാദികളും നക്സലറ്റ് ബന്ധമുള്ള ചിലരുമാണ്. നിയമ നടപടികൾക്കായി ഫാദർ സെബാസ്റ്റ്യൻ വാണിയപുരക്കലിനെ ചുമതലപ്പെടുത്തിയതായും വാർത്താക്കുറിപ്പിൽ സഭ വ്യക്തമാക്കി.